നമസ്കാരം സുനിലേട്ട, ധന്യ. പ്രധാനമന്ത്രി പദത്തിലേറി 10 വർഷവും 100 ദിനവും പിന്നിടുന്ന ഈ വേളയിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി 74 വയസ്സ് പൂർത്തിയാക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ചേട്ടാ ഒന്ന് വിലയിരുത്തുന്നത്? അല്ല, നമുക്ക് ആദ്യമേ നമ്മുടെ ബഹുമാനനായ പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസകൾ നേരാം. മീഡിയ മലയാളത്തിൻ്റെയും നമ്മുടെ മുഴുവൻ പ്രേക്ഷകരുടെയും പേരിൽ ആരാധ്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസകൾ. ഓക്കെ, ഇനി ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ ആലോചിക്കുന്നത് മോദി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും. അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ഈ 74 വയസ്സുകാരൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിനുവേണ്ടി ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത് കർണാടകയിലേക്കൊന്ന് നോക്കണം. കർണാടകയിൽ BJPയുടെ സർക്കാരുണ്ടായിരുന്നു. ആ സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റു. പകരം വന്നിരിക്കുന്നത് സിദ്ധരാമയ്യയുടെ സർക്കാരാണ്. അതിനുശേഷം നോക്കൂ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് കർണാടകയിൽ കഴിഞ്ഞ കുറേ ദിവസമായി റയറ്റിന് തുല്യമായ, കലാപത്തിന് തുല്യമായ സ്ഥിതിവിശേഷം പല ഭാഗങ്ങളിലുമുണ്ട്. ഒന്ന്, അവിടെ ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായിട്ട് ഒരു ഗണേശ വിഗ്രഹവുമായി നടത്തിയ ഘോഷയാത്രയ്ക്ക് നേരെ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം ഉണ്ടായി. വലിയ ആക്രമണം, തീപിടുത്തം, തീവയ്പ്പ്, വാഹനങ്ങൾ കത്തിച്ചു, ഒരുപാട് പേര് ആശുപത്രിയിൽ, ഒരുപാട് പേര് അറസ്റ്റിലായി. അങ്ങനെ അവിടെ കർഫ്യൂ ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുക. കർണാടകയുടെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരം സംഭവങ്ങളുണ്ടായി. ബാംഗ്ലൂർ നഗരത്തിൽ 2-3 മാസം മുമ്പാണ് ഹനുമാൻ ചാലീസ ചൊല്ലിയതിൻ്റെ റെക്കോർഡ് വെച്ചതിൻ്റെ പേരിൽ ഒരു കട തീവച്ചു. കർണാടക സർക്കാർ എന്താ ചെയ്യുന്നത്? സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് അവിടെ ക്ഷേത്രങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തി. വരുമാനത്തിനനുസരിച്ച് നികുതി കൊടുക്കണം. അതുകൂടാതെ ക്ഷേത്രങ്ങളുടെ ഭരണസമിതികളിൽ ഹിന്ദുമത വിശ്വാസികളല്ലാത്ത, ഹിന്ദുമതത്തിൽപ്പെടാത്ത ആളുകളെ ഉൾപ്പെടുത്താമെന്ന് നിയമം കൊണ്ടുവന്നു. അപ്പോൾ കർണാടക എന്ന് പറയുന്നതും നമ്മൾ ഡെമോഗ്രാഫിക്കലി എടുത്താൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും പോലെ, മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളെയും പോലെ ജനസംഖ്യയിൽ ഭൂരിഭാഗം ഹിന്ദുക്കളുള്ള സ്റ്റേറ്റാണ്. പക്ഷേ അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എല്ലാം ഹിന്ദു വിരുദ്ധമായ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നു. അപ്പോൾ ഞാനീ പറയുന്ന ഒരു ഹിന്ദു കൺസേണിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഹിന്ദുക്കളുടെ കാര്യം മാത്രം പറയുകയാണോ എന്ന് തോന്നാം. പക്ഷേ ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ ഹിന്ദുക്കളുടെ കാര്യം നിങ്ങൾ പറയുന്നല്ലോ എന്ന് ആക്ഷേപിക്കുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്, ഇന്ത്യ എങ്ങനത്തെ ഒരു രാജ്യമാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് എങ്ങനത്തെ രാജ്യമാകണമെന്നാണ്? ഒരു മതേതരത്വ ജനാധിപത്യ രാജ്യം. മതേതരത്വം അവിടെ നിൽക്കട്ടെ. പ്രീത അങ്ങനെ ആഗ്രഹിക്കുന്നു. ധന്യോ? ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് ഈ ലോകത്തിലെ ഡെമോഗ്രാഫി വൈസ് ലോകത്തിലെ രാജ്യങ്ങൾ നോക്കണം. ലോകത്തെ 56-57 രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്. അവിടെ ജനാധിപത്യം ഉണ്ടോ? ഇല്ല, അല്ലേ? ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടൻ ഇതൊക്കെ ക്രൈസ്തവ രാജ്യങ്ങളാണ്, ക്രിസ്തുമത രാജ്യങ്ങളാണ്. അപ്പോൾ ബ്രിട്ടനിൽ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ബൈബിളിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ്. അപ്പോൾ ജനസംഖ്യയിൽ ഒരു വിഭാഗത്തിന് 50% അല്ലെങ്കിൽ 60% ഭൂരിപക്ഷം കിട്ടുമ്പോൾ ആ രാജ്യം ഏത് മതമാണോ ഭൂരിപക്ഷമുള്ളത് ആ ജനസംഖ്യ ഭൂരിപക്ഷമുള്ള മതത്തിൻ്റെ രാജ്യമായി മാറുന്ന ഒരു പ്രവണത ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ 80% ഇപ്പോഴും ഹിന്ദുക്കളാണ്. എന്നിട്ടും നമ്മൾ നേരത്തെ പ്രീത പറഞ്ഞ പോലെയുള്ള സെക്കുലറിസത്തെ മുറുകെ പിടിക്കുന്നു, ജനാധിപത്യത്തെ മുറുകെ പിടിക്കുന്നു, അല്ലേ? ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ മതം ഔദ്യോഗിക മതമാക്കി ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം ഇന്ത്യ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല ഒരു കാലത്തും. RSSും ആവശ്യപ്പെടുന്നില്ല. RSSന്റെ കാഴ്ചപ്പാടനുസരിച്ചാണെങ്കിൽ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ പേരും ഹിന്ദുക്കളാണ്. ആണല്ലോ. കാരണം ഇവിടെയുള്ള ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, അവരൊന്നും അറബി നാട്ടിൽ നിന്നോ US-ൽ നിന്നോ UK-ൽ നിന്നോ വന്നവരല്ല. ഇവിടെയുള്ള ആളുകൾ കാലക്രമേണ മതം മാറിയൊക്കെ ഉണ്ടായി വന്ന പുതിയ മതങ്ങളാണ് ഈ കാണുന്നത്. അപ്പം അടിസ്ഥാനപരമായി ഹിന്ദുക്കളാണ്. പക്ഷേ നമ്മൾ നേരെ തിരിച്ചൊന്ന് ആലോചിക്കൂ, ഇന്ത്യയിലെ ജനസംഖ്യ ഒരു 60% അല്ലെങ്കിൽ 80%ത്തിലേക്ക് മുസ്ലിങ്ങൾ വന്നാൽ എന്തായിരിക്കും? ഇന്ത്യ ജനാധിപത്യ രാജ്യമായിരിക്കുമോ? അല്ല, ഇസ്ലാമിക രാജ്യമായിരിക്കും. അപ്പോൾ ഇന്ത്യ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണമെങ്കിൽ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷം ഉണ്ടാവണം. അപ്പോൾ ജനാധിപത്യം വേണം എന്ന് പറഞ്ഞാൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കുള്ളൂ. ഓക്കെ, അതാണ് എൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്. ആ ആർഗ്യുമെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം കർണാടകയിലേക്ക് നോക്കുക. കർണാടകയിൽ ഹിന്ദുക്കൾ വലിയ ഭീഷണി നേരിടുന്നു. എന്തുകൊണ്ടാണ്? BJP സർക്കാർ പോയതുകൊണ്ടാണ്. ഇപ്പം നമ്മളിപ്പോൾ പാർലമെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം വഖഫ് നിയമ ഭേദഗതിയാണ്. വഖഫ് നിയമ ഭേദഗതി എന്ന് പറഞ്ഞാൽ വഖഫിനെ കുറിച്ച് നമ്മൾ പലതവണ നമ്മുടെ ഈ മീഡിയ മലയാളത്തിൽ നമ്മൾ അധികം ചർച്ച ചെയ്തിട്ടില്ല, ABC ചാനലിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. വഖഫ് നിയമം എന്ന് പറഞ്ഞാൽ 95-ൽ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമപ്രകാരം അതിൻ്റെ 3-ാം വകുപ്പ് പ്രകാരം വഖഫ് ബോർഡിന് തോന്നുകയാണ്, ഇഫ് വഖഫ് ബോർഡ്
സീംസ് എന്നാണ് പറഞ്ഞത്. വഖഫ് ബോർഡിന് തോന്നുകയാണ് പ്രീതയുടെ അല്ലെങ്കിൽ ധന്യയുടെ പ്രോപ്പർട്ടി വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അത് വഖഫിൻ്റെ ആയി പിന്നെ എവിക്ഷൻ നോട്ടീസ് കൊടുത്ത് നമ്മളെ ഒഴിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു നിയമം നമ്മുടെ പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. രാജ്യത്തെ മുഴുവൻ വേണം വഖഫിൻ്റെ കീഴിലാക്കാൻ അവർക്ക് കഴിയും. നമുക്കതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത്തരം ഒരു കിരാത നിയമത്തെ മാറ്റി പരിഷ്കരിച്ച് അതിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ ഭാഗങ്ങൾ മാറ്റാനുള്ള നിയമപരിഷ്കരണം, നിയമ ഭേദഗതി പാർലമെൻറ്റിൻ്റെ മുന്നിൽ പെൻഡിങ്ങാണ്. യഥാർത്ഥത്തിൽ അത് മോദി കൊണ്ടുവന്നൊരു മാറ്റമാണ്. അപ്പോൾ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുക എന്ന തരത്തിലേക്ക് മോദി ചിന്തിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ പ്രധാനമന്ത്രിമാരെ ആലോചിക്കൂ. ആരായിരുന്നു നമ്മുടെ ഇതിനു മുമ്പത്തെ പ്രധാനമന്ത്രിമാർ? അവരുടെ ഒരു വിശേഷത ധന്യ ഓർക്കുന്നുണ്ടോ? മൻമോഹൻ സിംഗിനുണ്ടായിരുന്നു. എവിടെ നിന്നായിരുന്നു? IMF ൽ വന്ന ആളല്ലേ, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലെ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. വലിയ സമ്പന്നതയുടെ മടിയിൽ ജീവിച്ച ആളാണ്. രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് രാജീവ് ഗാന്ധി ഡൂൺ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വന്ന വലിയ സമ്പന്ന കുടുംബത്തിൻ്റെ സാമ്പത്തിക അടിത്തറയുടെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ്. സോണിയാഗാന്ധി അങ്ങനെ തന്നെ. ഇനി ഇന്ദിരാഗാന്ധി, നെഹ്റു, ഇവരൊക്കെ ഇന്ത്യയിലെ ഒരു എലീറ്റ് ക്ലാസ് ആയിരുന്നു. അപ്പം നമ്മുടെ പ്രധാനമന്ത്രി പദത്തിൽ പ്രീതയ്ക്കും ധന്യയ്ക്കും എനിക്കുമൊക്കെ പ്രധാനമന്ത്രിയാകാം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുള്ള അവസരവും നമുക്ക് കിട്ടുകയില്ല. പൊളിറ്റിക്കൽ തീരുമാനങ്ങളാണ്. പക്ഷെ മോദി വന്നിരിക്കുന്ന എവിടെ നിന്നാണ്? വളരെ സാധാരണമായ ഒരു കുടുംബത്തിൽ നിന്ന് വടനഗർ സ്റ്റേഷനിലെ ചായ വിൽപ്പനക്കാരനായി ആരംഭിച്ച് RSS കാര്യാലയത്തിൽ താമസിച്ച് അവിടുത്തെ ബെഞ്ചിൽ കിടന്നുറങ്ങി അവിടുത്തെ ശുചിമുറി പോലും വൃത്തിയാക്കി. അങ്ങനെയാണ് RSS കാര്യാലയങ്ങളിൽ അവിടുത്തെ ജോലികൾ ഊഴം വെച്ചിട്ട് ക്ലീനിങ് ജോലി ഒരു ദിവസം എനിക്കാണെങ്കിൽ പിറ്റേ ദിവസം തനിക്കായിരിക്കും, പിറ്റേ ദിവസം പ്രീതയ്ക്കായിരിക്കും. ഇങ്ങനെ റൊട്ടേഷനാണ്. ഇങ്ങനെ എല്ലാ ജോലികളും ചെയ്ത ഒരു മനുഷ്യനാണ് നരേന്ദ്രമോദി. അദ്ദേഹം ഈ പറയുന്ന ഒരു എലീറ്റ് ക്ലാസിൻ്റെ ഭാഗമായിരുന്നില്ല ഒരിക്കലും. അതുകൊണ്ട് ഇന്ത്യയിലെ അത്തരം സമുദായങ്ങളിൽപ്പെട്ട ക്ലാസ്സുകളിൽപ്പെട്ട ആളുകൾക്ക് മോദിയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം സാധാരണക്കാരനായ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. അതിൻ്റെ പേരിലാണ് മോദി എന്തെല്ലാം ആക്രമണം കിട്ടും. ഓർക്കുന്നില്ലേ? ചായ് വാല എന്ന് വിളിച്ചു, പിന്നെന്താണ് നീചജാതിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. അങ്ങനെ ഇത്രയും ആരോപണങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ശരവ്യനായ ഒരു പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നിൽക്കുക. ഇന്നിപ്പോൾ ഒഡീഷയിൽ പ്രധാനമന്ത്രിയുണ്ട്. അവിടെ പുതിയ സർക്കാർ ഒരു പദ്ധതി, സുഭദ്ര പദ്ധതി എന്ന് പറഞ്ഞ പദ്ധതി ആരംഭിക്കുകയാണ്. അതായത് സ്ത്രീകൾക്ക് 50,000 ഉറുപ്പിക 5 വർഷം കൊണ്ട് കൊടുക്കുന്ന ഒരു സ്കീമാണ്. ഒരു വർഷം 10,000 ഉറുപ്പിക കൊടുക്കുന്നു. ആ സ്കീം ഇന്ന് ആരംഭിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം ഇത്രത്തോളം മുന്നിൽ കണ്ട ഒരു പ്രധാനമന്ത്രി വേറെയുണ്ടോ? പ്രീത ഓർക്കുന്നുണ്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്? ഗ്യാസ്, എല്ലാ വീടുകളിലും ഗ്യാസ് കൊണ്ടുവരിക, പിന്നെ ജലം എത്തിക്കുക, കുടിവെള്ളം എത്തിക്കുക, പിന്നെ മുദ്രാ ലോൺ, അതിലൂടെ പൊതുവെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ധന്യ ഇതിലും പ്രധാനപ്പെട്ട ഒന്നുണ്ടല്ലോ നമ്മൾ പറയാൻ വിട്ടുപോയത്. സുകന്യ, ഞാൻ പറയും ശൗചാലയങ്ങൾ കൊടുത്താൽ അല്ലേ? കാരണം ഞാൻ ഈ നമ്മൾ നോർത്തിലേക്കൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മുമ്പ് കാണുന്നൊരു കാഴ്ച, അതിരാവിലെ ഈ ട്രാക്കിൻ്റെ സൈഡിൽ സ്ത്രീകൾ ഇങ്ങനെ വന്നിട്ട് വലിയ മുട്ടറ്റ് താഴെ വരെ പാദം വരെ എത്തുന്ന പാവാട ധരിച്ച സ്ത്രീകൾ വന്നിട്ട് ഇങ്ങനെ ഒരു ഒറ്റ കറക്കമാണ്. അപ്പോൾ ഈ കുട പോലെ ഇവരുടെ പാവാട വിരിഞ്ഞ് നിൽക്കും, കയ്യിലൊരു മൊന്തയായിട്ട് വന്നിരിക്കും. അത്തരം കാഴ്ച ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. പിന്നെ അവിടുത്തെ സ്ത്രീകൾക്ക് ഒന്നെങ്കിൽ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ഒന്നെങ്കിൽ അതിരാവിലെ നേരം പുലരും മുമ്പ് അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ട് ഒന്ന് മൂത്രം ഒഴിക്കാൻ പോകാൻ കഴിയും. അവിടെ എന്തില്ല? ശൗചാലയങ്ങളില്ല. നമുക്ക് ഈ ശൗചാലയം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ആളുകൾക്ക് പുച്ഛമാണ്. പക്ഷേ ഉത്തരേന്ത്യയിൽ ഇത് വലിയ പ്രശ്നമാണ്. രാത്രിയിൽ അല്ലെങ്കിൽ പുലർച്ചയ്ക്ക് മുമ്പ് പോകുമ്പോൾ സ്ത്രീകൾ മാനഭംഗത്തിനിരയാവുന്നു, പാമ്പ് കടിയേക്കുന്നു എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഇത് ഈ മൂത്രമൊഴിക്കാനും അല്ലെങ്കിൽ മനുഷ്യൻ്റെ വിസർജ്യത്തിനുള്ള ഒരു ടെൻഡൻസി പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത്രയും അനാരോഗ്യകരമായൊരു കാര്യമില്ല. അതിനൊക്കെ മാറ്റം വരുത്തിയിട്ട് ഓരോ വീടുകളിലും കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ആത്മാഭിമാനം വീണ്ടെടുക്കലായിരുന്നു. അതൊരു വലിയ വിപ്ലവമായിരുന്നു നമ്മുടെ രാജ്യത്ത്. ഹൈജീനിക്കലി മാത്രമല്ല, ആത്മാഭിമാനം ഉയർത്തുന്ന ഒരു പ്രക്രിയയായിരുന്നു. അതിനുശേഷമാണ് ഈ പറഞ്ഞ ഉജ്ജ്വൽ യോജനയുടെ ഭാഗമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ ആളുകൾക്കും സൗജന്യമായി ഗ്യാസ് കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ വീടുകളിലും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിലെ അടുപ്പിൽ ഒരു കുഴൽ വെച്ച് ഊതി അടുപ്പ് കത്തിക്കുന്ന എൻ്റെ അമ്മ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇവർ പുകയും കരിയും പിടിച്ച് കഴിഞ്ഞിരുന്ന സ്ത്രീകളുടെ ജീവിതത്തിന് ഒരു വെളിച്ചമാണ് ഈ ഗ്യാസിലൂടെ വന്നത്. പിന്നെയുള്ളത് മുദ്രാ ലോൺ അവിടെ നിൽക്കട്ടെ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് മുത്തലാഖിൽ നിന്നുള്ള മോചനം അല്ലേ? ഇങ്ങനെ സ്ത്രീകളുടെ അഭ്യുന്നതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചൊരു പ്രധാനമന്ത്രി നോക്കൂ. അപ്പോൾ രാജീവ് ഗാന്ധിയുമായിട്ട് ഈ രാഹുലിൻ്റെ അപ്പനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം.
അയാളുടെ കാലത്താണ് ഷാബാനു കേസിലെ വിധി വന്നത്. സ്ത്രീകൾക്ക്, മൊഴി ചൊല്ലപ്പെടുന്ന സ്ത്രീകൾക്ക് ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു പാർലമെൻറ്റിലൊരു ബില്ല് കൊണ്ടുവന്ന് അതിനെ റദ്ദാക്കി. അത്ര നീചമായി പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ഒരു തന്തയുടെ മകനാണ് ഈ രാഹുൽ ഗാന്ധി. അവർ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി. അപ്പോൾ അങ്ങനെ സ്ത്രീകളുടെ ആത്മാഭിമാനം ഇത്രയേറെ ഉയർത്തിപ്പിടിച്ച ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലാതെ വേറെ ആരാ ഉള്ളത്? അല്ല, അത് ഒരു കാര്യം ചോദിച്ചോട്ടെ, പതിറ്റാണ്ടുകളോളം ഭരിച്ചതാണ് കോൺഗ്രസ് ഇന്ത്യ. എന്നിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വരുമ്പോൾ ലക്ഷക്കണക്കിന് വീടുകളിൽ ശൗചാലയം ഇല്ല എന്ന് പറയുമ്പോൾ അത് ആ കോൺഗ്രസ് എത്രത്തോളം പരാജയമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ്. തീർച്ചയായും. അല്ല, നമ്മുടെ നമ്മുടെ വികസനം എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ശാസ്ത്ര സാഹിത്യ പക്ഷത്തിൻ്റെ ഒരു പാട്ട് ഞാൻ പാടിയത് കേട്ടിട്ടുണ്ട്. ഈ കാറും ഫ്രിഡ്ജും ടെറസും വീടും വന്നാൽ നാട്ടിൽ വികസനമായെന്നോർത്ത് നടക്കണം വിവരം കെട്ടവരെ എന്ന്. അപ്പോൾ നമ്മളൊരു നല്ല റോഡ് വന്നു, നല്ല കുറച്ച് 10 കോൺക്രീറ്റ് വീടുകൾ വന്നു, എല്ലാ വീട്ടിലും TV-യുടെ ആൻ്റണി ഉണ്ട് എന്ന് വന്നാൽ നാട്ടിൽ വികസനം വന്നു എന്നാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. പക്ഷെ വികസനം എന്ന് പറയുന്നത് മനുഷ്യനുമായി നേരിട്ട് ബന്ധപ്പെടുന്നതാണ് അല്ലേ? നമുക്ക് നന്നായി ആഹാരം കഴിക്കാൻ പറ്റുക, നമ്മുടെ ആത്മാഭിമാനം വികസനത്തിൻ്റെ ഭാഗമാണ് അല്ലേ? നമുക്ക് നല്ല വസ്ത്രം ധരിക്കാനില്ലാതെ നാട്ടിൽ വികസനം വന്നു, നമുക്ക് തുണിയില്ലാതെ വികസനം വന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? അപ്പോൾ ഇന്ന് പറയുന്ന പോലെ ഒരു വളരെ വ്യക്തിനിഷ്ഠമായ ഒരു കൺസെപ്റ്റാണ് വികസനത്തിന് വേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മോദി ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഈ ആളുകളെ നേരിട്ട് സ്പർശിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. വികസനം അങ്ങനെയാണ്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരല്ലേ നമ്മളൊക്കെ. ട്രെയിനിൽ ഒരു 5-10 വർഷം മുമ്പ് ട്രെയിനിൽ കയറിയാൽ എനിക്ക് ട്രെയിനിൽ കയറാൻ ഇഷ്ടമല്ലായിരുന്നു. കാരണം അതിനകത്ത് ടോയ്ലറ്റിൻ്റെ സ്മെല്ല് ഇങ്ങനെ അറ്റം വരെ അടിക്കായിരുന്നു. ഇപ്പം നമ്മുടെ ട്രെയിനുകളിലൊക്കെ നല്ല ബയോ ടോയ്ലറ്റുകൾ വന്നു. ആളുകളുടെ ആറ്റിറ്റ്യൂഡൊന്നും മാറിയിട്ടില്ല. എന്ത് കഴിച്ചാൽ ഉടനെ കുറച്ച് താഴത്തേക്ക് ഇടുന്ന നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ കാണുന്നുണ്ടെങ്കിൽ പോലും തീവണ്ടികളുടെ കാര്യത്തിൽ വലിയ മാറ്റം വന്നു. വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ വരുന്നു. നമ്മുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൊതുസ്ഥലങ്ങളിലേക്ക് വിസർജ്യം തള്ളുന്ന ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു. ഇന്ന് നമ്മുടെ ട്രാക്കിലൂടെ നമുക്ക് നടക്കാം അല്ലേ? അപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിൽ പോയാൽ ആ വൃത്തികെട്ട മണമില്ല. അപ്പോൾ വലിയ മാറ്റം ട്രെയിൻ ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ വിപ്ലവകരമായ മാറ്റം വരുന്നു. നമ്മൾ വന്ദേ ഭാരത് പോലെയുള്ള പുതിയ ട്രെയിനുകൾ ആരംഭിക്കുന്നു. ഇന്നലെ ഒരു പുതിയ തീവണ്ടി വന്ദേ ഭാരതിൻ്റെ ഒരു സ്ലീപ്പർ ട്രെയിൻ ആരംഭിച്ചിട്ടുണ്ട്. 300 കിലോമീറ്റർ മറ്റോ ഓടുന്നൊരു ട്രെയിൻ. അപ്പം നമ്മുടെ ട്രെയിനുകളുടെ കാര്യത്തിൽ ട്രെയിനുകളെക്കുറിച്ച് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ നാഡിചരമ്പുകളാണ് തീവണ്ടി പാതകൾ. അപ്പോൾ അത് വലിയ തോതിൽ വികസിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യം വല്ലാതെ മാറുവാണ്. ലോകത്ത് ഈ മനുഷ്യൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ കണ്ടുപിടുത്തം എന്താണെന്നറിയാമോ? തീവണ്ടിയല്ല, ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ്. ചക്രങ്ങൾ കണ്ടുപിടിച്ചതോടെയാണ്. നോക്കൂ, നമ്മളാലോചിക്കുക, വാഹനങ്ങൾ മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചിൽ, നമ്മുടെ വാഹനങ്ങളിൽ ഒക്കെ കറങ്ങുന്ന വീലുകളുണ്ട്. ഈ വീലുകളാണ് മനുഷ്യൻ്റെ സംസ്കാരത്തെയും പുരോഗതിയും മുന്നോട്ട് നയിച്ചത്. അപ്പോൾ നമ്മുടെ മോദി ഗവൺമെൻറ്റും വീലുകളുടെ കാര്യത്തിൽ വല്ലാതെ ശ്രദ്ധിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ അതിവേഗത്തിൽ പോകുന്ന ട്രെയിനുകൾ ഒരു ദിവസം 34 കിലോമീറ്റർ വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ ഭ്രാന്തനെ പോലെ ഇന്ത്യയിൽ റോഡുണ്ടാക്കുന്നത്. നിതിൻ ഗഡ്കരി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ട് ഓരോ ദിവസവും 34 കിലോമീറ്റർ നാഷണൽ ഹൈവേ നിർമ്മിക്കുകയാണ്. അപ്പം 14 വരി പാതകൾ പോലും ഇന്ത്യയിൽ നിന്ന് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റം, ഇതിലൂടെ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ. അപ്പോൾ രാജ്യത്ത് എണ്ണി കാണിക്കാൻ ഇത്രയും വലിയ വികസനത്തിൻ്റെ ഒരുപാട് നേർസാക്ഷ്യങ്ങൾ മോദി നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. സാർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നതിന് ശേഷം ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയെ ഉറ്റുനോക്കുന്നുണ്ട്. ഇന്ത്യയുമായി സൗഹൃദത്തിൽ ഏർപ്പെടാൻ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് വരെ ഇന്ത്യയോട് പറയുന്ന ഒരു രീതിയിലേക്ക് മാറ്റാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. മോദിക്ക് ശേഷം ഇനി ആര് എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ ഓരോരുത്തരും ചോദിക്കുകയാണ്. ഈ 75 വയസ്സിന് ശേഷം ഇനി പ്രധാനമന്ത്രിയാകാൻ മോദിക്ക് കഴിയുമോ? ഇനി ഒരു വരവ് കൂടി മോദി ആ പദത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? അല്ല, 75 വയസ്സെന്നുള്ള പാരാമീറ്റർ എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഈ സൂക്കേട് ഏറ്റവും കൂടുതലുള്ളത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരു തീരുമാനമുണ്ട് 75 വയസ്സിൽ റിട്ടയർ എന്നുള്ളത്. അവർ തീരുമാനമെടുത്തു. ആ തീരുമാനം ഇന്ത്യയിലെ എല്ലാ പാർട്ടികൾക്കും ബാധകമാണെന്ന തരത്തിലുള്ള ഒരു മിസ്കൺസെപ്ഷൻ നമ്മുടെ നാട്ടിലുള്ളത്. എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരുടെ ചുറ്റുമാണല്ലോ കേരളത്തിലെ മാധ്യമ ലോകവും ചിന്തയൊക്കെ കറങ്ങുന്നത്. കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് കരുതുന്നതിൻ്റെ ഭാഗമാണ്. BJPയുടെ ഒരു ഘടകവും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. 75 വയസ്സിൽ വിരമിക്കൽ എന്ന് പറയുന്ന ഒരു തീരുമാനം ആരും എടുത്തിട്ടില്ല. ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയാണ് സമീപകാലത്തിൽ എക്സിലൂടെ ഇത് വീണ്ടും ഓർപ്പിച്ചത്. വേണേൽ ഒരു BJP റിലേഷനുള്ള ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഈ സുബ്രഹ്മണ്യ സ്വാമി പോലും 75 വയസ്സിന് ശേഷം MP സ്ഥാനത്തൊക്കെ ഇരുന്നിട്ടുണ്ട്. BJPയിലെ പല മുതിർന്ന നേതാക്കളും അവരുടെ പദവികളിൽ ഇരുന്നിട്ടുള്ള 75 വയസ്സിന് ശേഷമാണ്.
അതല്ലാതെ 75 വയസ്സിൽ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി BJP ഇന്നത്തെ ആസ് ഓൺ ടുഡേ ഇന്നത്തെ നിലയിൽ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് സത്യം. അത് അന്നത്തെ കാലത്ത് ഇലക്ഷൻ തൊട്ട് മുമ്പ് കെജ്രിവാൾ വന്നൊരു ബോംബ് പൊട്ടിച്ചു, നിങ്ങൾ മോദിക്ക് വോട്ട് ചെയ്താലും അമിത്ഷാ ആയിരിക്കും പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു തള്ള്. അതൊരു പരാജയം സമ്മതിക്കൽ കൂടിയാണ്. നിങ്ങൾ മോദിക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾ മോദി ജയിക്കും, മോദി ജയിച്ചാലും അമിത്ഷാ ആയിരിക്കും പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി തോൽക്കും എന്ന് തന്നെയാണ് അമിത്ഷാ പരോക്ഷമായിട്ട് കെജ്രിവാൾ പരോക്ഷമായി പറഞ്ഞത്. ഏതായാലും മോദിക്ക് ശേഷം ആരെന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നും ഇപ്പോഴും ഇല്ല നിൽക്കുന്നു. കാരണം മോദിയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ മോദിക്ക് ജലദോഷം വന്നിട്ട്? ധനികയ്ക്കാണ് ഇന്നും ജലദോഷം. ഒരൊറ്റ ദിവസം പോലും അവധി എടുത്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു ദിവസം 3-4 മണിക്കൂർ മാത്രം ഉറങ്ങുകയും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു അദ്ദേഹത്തിന്റെ ആ ഒരു ദിനചര്യകൾ അങ്ങനെ അത് ഭയങ്കര ഫിസിക്കലി ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ളൊരു മോദിയെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മ ഭയങ്കര ഷാർപ്പാണ്, ഫിസിക്ക് ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ മോദിയെ റിട്ടയർ ചെയ്യുന്നതിനെ കുറിച്ച് എന്തിനാണ് ആലോചിക്കുന്നത്? പിന്നെ BJPയെ സംബന്ധിച്ച് BJPയെ പോലെ ഒരു പാർട്ടി കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയല്ല. ഈ ചോദ്യം കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രസക്തമാണ്. ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ആരായിരിക്കും നിങ്ങളുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ പ്രിയങ്ക എന്ന് പറയും. പ്രിയങ്കയ്ക്ക് ശേഷം ആരെന്ന് ചോദിച്ചാൽ മക്കൾക്ക് വോട്ടവകാശം ആയിട്ടില്ല. അവിടെ പ്രശ്നമാണ്. അതോടെ ഈ പാർട്ടി അടിച്ചു പിരിഞ്ഞു പോകും. പക്ഷേ BJP എന്ന് പറയുന്നത് BJPയിൽ എത്ര നേതാക്കന്മാരാണ്? മോദി നിൽക്കുന്നു, പിന്നെ അമിത്ഷാ നിൽക്കുന്നു, യോഗി നിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം സാധാരണ എല്ലാവരും പറയുന്നത് ഒന്നെങ്കിൽ അമിത്ഷാ അല്ലെങ്കിൽ യോഗി. എങ്ങനെ യോഗിയെ മാത്രം എങ്ങനെ മാർക്കിടാൻ പറ്റും? ഹിമന്ത മോശമാണോ? എനിക്ക് തോന്നുന്നു ചില ഘട്ടങ്ങളിലൊക്കെ യോഗിയേക്കാളും ഭയങ്കര ഫയർ ബ്രാൻഡായിട്ട് നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ. അപ്പോൾ നമുക്ക് BJPയെ സംബന്ധിച്ച് ഒരു നേതൃത്വം, അടുത്ത നേതാവ് ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തിയില്ല. ഒന്ന് കഴിഞ്ഞാൽ ഒന്നിന് പിന്നാലെ എത്ര നിര വേണമെങ്കിലും നേതാക്കന്മാർ ഈ പാർട്ടിയിൽ സജ്ജമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ ആലോചിക്കാതിരിക്കുകയായിരിക്കും ഭേദമെന്ന് എനിക്കത്. കാരണം അത് നമുക്ക് മാത്രമല്ല, BJPയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാത്ത തീരുമാനങ്ങൾ വളരെ വേഗത്തിലെടുക്കുന്നൊരു പാർട്ടിയുമാണ്. അതുപോലെ തന്നെ നരേന്ദ്രമോദിജിയുടെ ഭരണകാലത്തിലെ ഒരു സുവർണ ലിപികളിൽ എഴുതി ചേർക്കേണ്ട ഒന്നാണ് ഇന്ത്യയുടെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന കശ്മീരിനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. കശ്മീർ നമ്മുടെ അതിർത്തിപരമായി നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരുന്നുവെങ്കിലും ആ കശ്മീരിനെ ഒരു തീവ്രവാദത്തിൻ്റെ വിളനിലമാക്കാൻ വേണ്ടി വിട്ടുകൊടുത്തവരാണ് മുൻപത്തെ ഭരണാധികാരികൾ. അതിനെക്കുറിച്ച് കൂടെ റദ്ദാക്കിയത്, അതിനെക്കുറിച്ച് പറയാതെ പോകാൻ നമുക്ക് കഴിയില്ലല്ലോ. അതെ, മോദിയുടെ ഏറ്റവും സുധീരമായ തീരുമാനങ്ങളിലൊന്നാണ്. കാരണം ഒരു പൂവ് പറിക്കുന്ന ലാഘവത്തോടെയാണ് 370 സ്ക്രാപ്പ് ചെയ്ത്. 370 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ ഭരണഘടനയിൽ ഒരു താൽക്കാലിക വ്യവസ്ഥ മാത്രമായിരുന്നു. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് റദ്ദാക്കാവുന്നതാണെന്ന് ഭരണഘടന തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ തൊടാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇന്നത്തെ പത്രങ്ങളിൽ കാശ്മീരിലെ ഇലക്ഷൻ നടക്കാൻ പോകണല്ലോ. 2 ദിവസം കഴിഞ്ഞിട്ട് പോളിംഗ് ഫസ്റ്റ് ഫേസ് വോട്ടെടുപ്പ് നടക്കും. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായൊരു കാര്യം 370 തിരിച്ചു കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. അതായത് ദേശീയ ധാരയിൽ നിൽക്കുന്ന ദേശീയ പാർട്ടികൾക്കാർക്കും, കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് പോലെയുള്ള പാർട്ടികൾ ഒഴികെ ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാർക്കും 370 പുനഃസ്ഥാപിക്കും എന്ന് പറയാൻ ധൈര്യമില്ല. കാരണം ആ തരത്തിലേക്ക് അങ്ങ് ഉറച്ചു കഴിഞ്ഞു. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 2019 മറ്റോ അല്ലേ റദ്ദാക്കിയത്. അതിനുശേഷം 370 റദ്ദാക്കുമെന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഷിബി ഇപ്പോൾ കാശ്മീരിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുക. ഷിബി എന്നോട് പറഞ്ഞു അവിടെ പോകുന്ന വഴിക്ക് ഒരൊറ്റ പോലീസുകാരൻ, ഒരൊറ്റ പട്ടാളക്കാരനെ കാണാനില്ല. കാശ്മീർ ശ്രീനഗറിൽ നിന്ന് ഇപ്പോൾ ജസ്റ്റ് നൗ എന്നോട് സംസാരിച്ചിരുന്നു. ഷിബിയും സുഹൃത്തുക്കളും കാർഗിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ എല്ലാം ശാന്തമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ പത്രങ്ങൾ വായിച്ച് ഭയങ്കര ടെറർ അറ്റാക്ക് ഉള്ള സ്ഥലം എന്നുള്ള ആ ഇമേജൊക്കെ വെറുതെ. കാടിനോട് ചേർന്ന് കാട്ടിൽ കുറേ ആളുകൾ ഒളിച്ചിരിപ്പുണ്ട്. അവരിടയ്ക്ക് വന്ന് 4 വെടിയൊക്കെ വെക്കും ചില സ്ഥലങ്ങളിൽ. 370 വകുപ്പ് റദ്ദാക്കിയതോടെ കാശ്മീർ പൂർണ്ണമായും ശാന്തമായി. അവിടെ ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. ഇപ്പോൾ ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ കാശ്മീരിൽ നേരത്തെ 3 മണിക്കൂറായിരുന്നു വൈദ്യുതി ഉണ്ടായിരുന്നത്. ഇപ്പോൾ 24 മണിക്കൂർ കറണ്ടുണ്ട്. ആളുകൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാം. ആളുകൾക്ക് തൊഴിലുണ്ട്. പുതിയ ടൂറിസ്റ്റുകൾ വലിയ തോതിൽ വരുന്നു. കാശ്മീരിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു. ഇതിനും നമ്മൾ നന്ദി പറയേണ്ടത് മോദിയോട് മാത്രമാണ്. അപ്പോൾ മോദിയെ സംബന്ധിച്ച് എനിക്ക് 74 വയസ്സ് കഴിഞ്ഞ് 75ലേക്ക് മോദി വരുമ്പോൾ എൻ്റെ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് അടുത്ത ഒരു 25 വർഷം കൂടി മോദി ഇന്ത്യയുടെ ഒരു മാർഗദർശക ദീപസ്തംഭമായി ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് എൻ്റെ പ്രാർത്ഥനയും. ഏതായാലും മോദി ഉള്ള ഇന്ത്യയും മോദി ഇല്ലാത്ത ഇന്ത്യയും തമ്മിൽ ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഭയം വരും. കാരണം ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, വിദേശത്തൊക്കെയുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് UK യിലുള്ള ജിജി,
ജിജി തോമസൺ. അദ്ദേഹം ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ എന്നോട് പറയും, മോദി ഇവിടെ വന്നു പോയതിന് ശേഷം നമുക്കൊക്കെ ഒരു ഗമയുണ്ട് കേട്ടോ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു ഇമേജ് ബൂസ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യക്കാരന് ചോദിക്കാനും പറയാനും ഒരാളുണ്ട്. നമ്മൾ ആലോചിക്കണം, ഈ റഷ്യ ഉക്രൈൻ വാർ നടക്കുമ്പോൾ യുദ്ധം നിർത്തിവെച്ച് ഒരു സമാധാന ഇടനാഴി ഉണ്ടാക്കി അതിലൂടെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ കൊണ്ടുവരാൻ മോദിക്കല്ലാതെ ആർക്ക് കഴിയും? ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ആ ഇടനാഴിയിലൂടെ ഇന്ത്യക്കാരൻ്റെ കൊടിയും പിടിച്ച് പാകിസ്ഥാനി പിള്ളേരൂടെ ജീവനം കൊണ്ട് അവരുടെ നാട്ടിലേക്ക് പോയി വന്ദേമാതരം വിളിച്ച് ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് വിളിച്ച് പോകുന്നു. അത് മോദിക്ക് കഴിഞ്ഞാണ്. ഇപ്പോൾ മോദി ഉക്രൈനിൽ പോയി, പോളണ്ടിൽ നിന്ന് ട്രെയിൻ ഫോഴ്സ് 1 എന്നുള്ള സ്പെഷ്യൽ ട്രെയിനിലാണ് പോയത്. ആ ട്രെയിൻ പോകുന്ന വഴിക്ക് പോകുന്ന സമയത്ത് ഉക്രൈനും റഷ്യയും ആക്രമണം നിർത്തിവെച്ചു. അപ്പോൾ ലോകത്ത് ഒരു നേതാവിന് കിട്ടാവുന്നതിന് ഏറ്റവും വലിയ പരിഗണന. മുമ്പൊരിക്കലൊരു വീഡിയോ നിങ്ങളെപ്പോലെ ഞാനും കണ്ടിട്ടുണ്ട്. മോദി ഇങ്ങനെ മറ്റാരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നിലൂടെ വന്ന് ബൈഡൻ മോദിയെ തട്ടി വിളിച്ചിട്ട് സംസാരിക്കുന്നു, അവർ ഹസ്തദാനം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലോകത്തെമ്പാടും ഇത്രയും വലിയ സ്വീകാര്യത ഉണ്ടാകുമ്പോൾ ഒരു രാജ്യസ്നേഹിയായ ഇന്ത്യക്കാരന് അഭിമാനിക്കാതെ തരമില്ല. അപ്പോൾ ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ഇന്ത്യയുടെ അഭിമാനമാണ്, പ്രതീക്ഷയാണ്, നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് മോദി എനിക്ക്. ഇനി നിങ്ങൾക്ക് മോദി എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. ചേട്ടൻ പറഞ്ഞതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല മോദിയെക്കുറിച്ചുള്ള എൻ്റെ ചിന്തയും എന്ന് തന്നെ എനിക്കും പറയാനുള്ളൂ. ചങ്കുറപ്പും നിലപാടുമുള്ള ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യ കണ്ടത് നരേന്ദ്രമോദിയിലൂടെയാണ്. അത് ഇനിയും ഇങ്ങനെ തന്നെ നിൽക്കണമെന്ന് തന്നെയാണ് രാജ്യസ്നേഹികളായ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. പണ്ട് ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് മോദിയാണ് ഇന്ത്യ.